ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളും പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും. നമുക്ക് ആദ്യം സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ 2023-24 ജില്ലാ പഞ്ചായത്ത് തലത്തിൽ 1ാം സ്ഥാനം നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്ത്, 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തും 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും. ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂരുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്താണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് 3ാം സ്ഥാനം. അപ്പോൾ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ 1ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്ത്, 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ 1ാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, 2ാം സ്ഥാനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, 3ാം സ്ഥാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. അടുത്തത് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനതലം ഗ്രാമപഞ്ചായത്ത്. 1ാം സ്ഥാനം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്, 2ാം സ്ഥാനം ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, 3ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്, 2ാം സ്ഥാനം ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, 3ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 1ാം സ്ഥാനം ഗുരുവായൂർ നഗരസഭയാണ് തൃശ്ശൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ, 3ാം സ്ഥാനം ആന്തൂർ നഗരസഭ. അതേപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ 1ാം സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ 2023-24. അടുത്ത് നമുക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യം നോക്കാം. കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരം. കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് അസറുദ്ദീനാണ് കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം. അടുത്ത ചോദ്യം, സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 10 ടൺ പോപ്പല്ലൻ്റ് മിക്സർ വികസിപ്പിച്ച രാജ്യം. സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾക്കായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 10 ടൺ പോപ്പല്ലൻ്റ് മിക്സർ വികസിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ഫ്രാൻസ് ആണ്. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. 39ാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 39ാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് ഷാജി നായരമ്പലമാണ്. ഷാജി നായരമ്പലം. ഗുരു ദേവഗീത എന്ന കാവ്യ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. പൂനെയിൽ രാജ്യത്തെ ആദ്യത്തെ 3D പ്രിൻ്റഡ് വില്ല നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി. പൂനെയിൽ രാജ്യത്തെ ആദ്യത്തെ 3D പ്രിൻ്റഡ് വില്ല നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്വസ്ത എന്ന് പറയുന്നത്. ത്വസ്ത. താങ്ക് യു.